അത്ര മറ്റിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. അവസാനം നവ്യയാണെങ്കിൽ സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അനഘയുടെ കുഞ്ഞ് ആബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്നുള്ള കാര്യം നമ്മുടെ നവ്യ അറിയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്ന സ്റ്റോറി. ആർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ജലജയ്ക്ക് സത്യങ്ങളെല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെ ദേവയാനി എന്തൊക്കെ ജോലി പറയുന്നു അതൊക്കെ ചെയ്ത് അതും കേട്ട് നിൽക്കാൻ ഇപ്പം ജലജയ്ക്ക് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അബിയുടെ ഉദ്ദേശവും അനന്തമൂർത്തിയുടെ കുടുംബം എങ്ങനെയെങ്കിലും നശിപ്പിക്കുക, അതുമാത്രമാണ് ഉദ്ദേശം. അതിനുവേണ്ടി അവൻ നന്നായിട്ട് നവ്യെ ചൂട് പിടിപ്പിക്കുന്നുണ്ട്. നവ്യെ ഓരോന്ന് പറഞ്ഞ് ഇളക്കി ജ്വല്ലറി പരസ്യത്തെ അഭിനയിക്കാനും ഒക്കെ വിടുന്നുണ്ട്. അപ്പം പല പരസ്യത്തിനകത്തൊക്കെ അഭിനയിച്ച് നവ്യയ്ക്ക് കുറച്ച് കാശൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു അഹങ്കാരം നവ്യയ്ക്കുണ്ട്. നവ്യയാണെങ്കിൽ എപ്പോൾ സമയം കിട്ടിയാലും ആദർശിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇതാണെങ്കിൽ ദേവയാനിക്ക് നയനയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും അവർ സത്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ദേവയാനി പല വട്ടവും ജലജയെടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ നിൻ്റെ മരുമോളെ നിലക്ക് നിർത്തിക്കോണം, പറഞ്ഞോണം അവളുടെ അടുത്ത് എൻ്റെ മോനെക്കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് നടക്കില്ലെന്ന്, എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് ദേവയാനി പല വട്ടവും ജലജയെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അഭിയാണെങ്കിൽ ദേവാനിയുടെയും നയനയുടെയൊക്കെ ഓരോ കുറ്റങ്ങളാണെങ്കിൽ നവ്യ എടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പം അമ്മേ, ഞാനൊക്കെ ഇവിടുത്തെ പുറമ്പോക്കുകളാണ്, അമ്മയെ കൊണ്ട് വല്യമ്മ ഉള്ള ജോലിയെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല ആ ചന്തുമോളുണ്ടല്ലോ, അവളൊക്കെ ആണെങ്കിൽ എന്തൊക്കെയാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും നിൻ്റെ അനിയത്തിമാരോ അല്ലെങ്കിൽ ആ വല്യമ്മയോ ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മളോടുള്ള വിരോധം നമ്മുടെ കുഞ്ഞിനോടും അവർ കാണിക്കുന്നുണ്ട്. എന്നോടും ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ മോശമായിട്ട് പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞ് നവ്യ എടുത്ത് ഓരോന്ന് അഭി പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജ്വല്ലറി ഇനിയും വിളിച്ചാൽ നീ പോകണം, നീ എന്തിനാ പോകാതിരിക്കുന്നത്, നമുക്കാണെങ്കിൽ ഇവരൊരു വിലയും തരുന്നില്ല, പിന്നെ നമ്മുടെ ജോലി നമുക്കറിയാവുന്ന ജോലി നമ്മൾ ചെയ്യണം, നമുക്ക് കാശുണ്ടാക്കണം എന്ന് അഭി പറയാണ്. പൂർത്തി കുടുംബത്തിൻ്റെ അഭിമാനം ഒന്നും നോക്കിയിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറയണേ. വേറെ ഏത് കമ്പനിക്കാർ വിളിച്ചാലും നീ പോകണം, ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് അഭിയാണെങ്കിൽ നവ്യ എടുത്ത് പറയാണ്. കാരണം നവ്യ പറയാണ്, ഞാൻ ആരുടെ മുഖമൊന്നും നോക്കുന്നില്ല, ഞാൻ ആരെയും കുറിച്ച് ചിന്തിക്കുന്നില്ല, നമ്മുടെ കാര്യം മാത്രമേ ഞാനിപ്പോൾ ആലോചിക്കുന്നുള്ളൂ എന്ന് പറയാണ്. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അഭി എന്ന് നവ്യയാണ് അഭി എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നവ്യയാണെങ്കിൽ ഹാളിൽ ഇങ്ങനെ കാലിൻ്റെ മുകളിൽ കാലും കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ ആദർശ് നയനയും കൂടെ ഇറങ്ങി വരികയാണ്. അപ്പം ഇറങ്ങി വരുമ്പോൾ തന്നെ നയന ചോദിക്കുകയാണ്, എന്താ ചേച്ചി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, എന്താ എനിക്കിവിടെ ഇരുന്നൂടെ, നിന്നോട് അനുവാദം വാങ്ങിക്കണം ഇവിടെ ഇരിക്കാൻ എന്ന് ചോദിക്കുകയാണ്. ചന്തുമോൾ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ചന്തുമോളെ കണ്ടപ്പോൾ ഉടനെ ആദർശാണെങ്കിൽ ചന്തുമോളെ എടുത്തിട്ട് ചോദിക്കുകയാണ്, മോക്കാണെങ്കിൽ വീട്ടിൽ വരുമ്പോൾ എന്ത് കൊണ്ടുവരണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വേണം അച്ഛാ എന്നിങ്ങനെ പറയുകയാണ് ചന്തുമോള്. അത് മാത്രം മതിയോ, വേറൊന്നും വേണ്ടേ മോക്ക്, വേറെ ഒന്നും എനിക്ക് വേണ്ട എന്നൊക്കെ ചന്തുമോള് പറയണം. അപ്പം നയന പറയാണ്, മോക്ക് അങ്ങനെ ഒന്നിനോടും പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല, അപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ് മാത്രം വാങ്ങിച്ചോണ്ട് വന്നാൽ മതി ആദർശേട്ടാ എന്ന് പറയാണ്. അപ്പം നവ്യ എണീച്ചിട്ട് ചോദിക്കുകയാണ്, നിനക്ക് നാണമില്ലേ, നിൻ്റെ ഭർത്താവിൻ്റെ അവിഹിത സന്തതിയെ ഇങ്ങനെ എടുത്ത് ലാളിക്കാനും അതിന് പുഞ്ചിക്കാനും ഒക്കെ നാണമില്ലേ? മാത്രമല്ല അവിഹിത സന്തതിക്കാണ് ഇവിടെ എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. എൻ്റെ ഒരു കുഞ്ഞുണ്ട്, എൻ്റെ ഒരു കുഞ്ഞിനാണെങ്കിൽ ആരും ഒരു ചോക്ലേറ്റ്സോ ഡ്രസ്സോ എന്തെങ്കിലും വേണമെന്ന് പോലും ആരും അന്വേഷിക്കാറില്ല, ആരും വാങ്ങിച്ചു കൊടുക്കാറില്ല. ഇവിടെ ആണെങ്കിൽ നിൻ്റെ അമ്മായിയമ്മയും മുത്തച്ഛനും എല്ലാവരും ഈ കൊച്ചിൻ്റെ പുറയിലാണ്, എൻ്റെ കുഞ്ഞിനെ ആരും ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല എന്ന് നവ്യ പറയാണ്. ദേവേനെ അങ്ങോട്ട് വന്നിട്ട് പറയണം, ആര് പറഞ്ഞ് നിൻ്റെ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നില്ലെന്ന്, നിൻ്റെ കുഞ്ഞിനെയും ശ്രദ്ധിക്കാറുണ്ട്, പക്ഷെ നീ ആണെങ്കിൽ ഞങ്ങളുടെ കയ്യിലോട്ട് കുഞ്ഞിനെ ഒന്ന് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ തരാൻ വലിയ പാടാണ്. പിന്നെ നീ ജോലിക്ക് പോകുമ്പം നിൻ്റെ അമ്മായിയമ്മയാണ് നോക്കുന്നത്, ഈ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല, പക്ഷെ ഞങ്ങളാരും പറയുന്നത് നീ കേൾക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ നിൻ്റെ അമ്മായിയമ്മയാണ് നിൻ്റെ കുഞ്ഞിനെ നോക്കുന്നത്. പിന്നെ ചന്തുമോക്കാണെങ്കിൽ അമ്മയില്ലാത്ത കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ലാളന ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, അല്ലാതെ നിൻ്റെ കുഞ്ഞിനെ ഞങ്ങൾ മാറ്റി നിർത്തുന്നൊന്നുമില്ല എന്ന് പറയാണ്. നവ്യ പറയാണ്, വല്യമ്മയ്ക്ക് എങ്ങനെ പറയാമല്ലോ, വല്യമ്മൻ്റെ മോൻ്റെ കുഞ്ഞാണല്ലോ എന്ത് പറഞ്ഞാലും, വിഹിത സന്തതിയായാലും മോൻ്റെ കുഞ്ഞ് തന്നെയാണല്ലോ, അതിനെ അങ്ങനെ തള്ളി പറയാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് പറയാണ് ദേവയാനി. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ അഭിയാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും പൊക്കിക്കൊണ്ട് നടക്കും. ഈ ആദർശേട്ടനാണെങ്കിൽ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ആർക്കും ഒരു കുറ്റവും പറയണ്ട, ഒന്നും പറയണ്ട, ആ കുഞ്ഞിനെയും കൂടെ എല്ലാവരും ലാളിച്ചുകൊണ്ട് കിടക്കുകയാണ്, അതിനെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് കിടക്കുകയാണെന്ന് പറഞ്ഞ് നവ്യ പറയുകയാണ്. എനിക്കിപ്പം തോന്നുന്നു ഇങ്ങനെ ഒരു ചേട്ടൻ്റെ കല്യാണാലോചന അന്ന് വന്നിട്ട് നടക്കാതിരുന്നത് എന്തുകൊണ്ട് നല്ലതായിരുന്നെന്ന് എനിക്കിപ്പം തോന്നുന്നു. എൻ്റെ ജീവിതം എങ്കിലും രക്ഷപ്പെട്ടല്ലോ, പിന്നെ ഇയാൾ അവിടെ ദുബൈയിൽ ജയിലിൽ കിടന്നാൽ മതിയായിരുന്നു, ഇങ്ങോട്ട് വരണ്ടായിരുന്നു, ഈ കുടുംബത്തിനും കൂടെ നാണക്കേടും നാശം ഉണ്ടാക്കാൻ എന്ന് നവ്യ ഓരോന്നും പറയുകയാണ്. ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് ദേവയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പം ദേവയാനിയാണെങ്കിൽ പറയാ, ഒന്ന് മിണ്ടാതിരിക്കുക, എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല് എന്ന് പറയാണ്. അപ്പം നവ്യ പറയാണ്, കുറേ നാളായല്ലോ വല്യമ്മയാണെങ്കിൽ ഞാൻ ഓരോന്ന് പറയുമ്പോൾ കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ, എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് എന്തായാലും കേൾക്കാൻ ഞാൻ തയ്യാറായി തന്നെ നിൽക്കുക എന്ന് നവ്യ പറയാണ്. ഞാൻ പറഞ്ഞ സത്യ, ഇങ്ങനെ പോലെ ഒരാൾ കുടുംബത്തുണ്ടെങ്കിൽ ആ കുടുംബം നശിച്ചു പോകും, ഇങ്ങനെ
ഇങ്ങേരുടെ കൂടെ നിൽക്കുന്ന ഇവളെ വേണം ആദ്യം പറയാൻ. ഇപ്പം ഒരു കുഞ്ഞും ഉണ്ടായി. കുഞ്ഞിനെയും ഇവളെ ഇയാൾ ചതിക്കുകയല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് നവ്യയാണെങ്കിൽ ആദർശിന് ഓരോ കുറ്റം പറഞ്ഞ് അങ്ങ് ഇരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴേ ദേവേനയ്ക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ വയ്യ. ഞാനിപ്പം വിചാരിക്കുന്നത് ഇവളുടെ കുഞ്ഞ് പോയാലും ഒരു പ്രശ്നമില്ല, അതുകൊണ്ട് ഇവള് രക്ഷപ്പെടുമല്ലോ. ആ കുഞ്ഞും കൂടെ ഇയാളുടെ ചീത്ത സ്വഭാവമുള്ള ഒരച്ഛൻ്റെ കുഞ്ഞായിട്ട് വളരണ്ടല്ലോ, അതിനെയൊക്കെ നല്ല കുഞ്ഞില്ലാതാവുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ദേവേനയ്ക്ക് സഹിക്കാൻ വയ്യ. ദേവേനയാണെങ്കിൽ നവ്യയുടെ കാരണത്ത് നല്ലൊരു അടി വെച്ചിട്ട് വെക്കുകയാണ്. നിനക്ക് എൻ്റെ മോൻ്റെ കുഞ്ഞിനെ കളയണം, അതാണോ അടി വേണ്ടുന്നത്? അപ്പോഴത്തേക്ക് നവ്യയാണെങ്കിൽ ആകപ്പാടെ അങ്ങ് വല്ലാകുന്നുണ്ട്. ഇത് നവ്യ ചോദിക്കാണ്, പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഇത്ര ചതിയൻ്റെ കുഞ്ഞില്ലാതാവുന്നതല്ലേ നല്ലത്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ദേവേനടുത്ത് ചോദിക്കുകയാണ്. ദേവേനി പറയണം, ഇത്രയും നാൾ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടായിരുന്നതാണ്. ആരടി ചതിയൻ? എൻ്റെ മോനല്ല ചതിയൻ, നിൻ്റെ ഭർത്താവാ ചതിയൻ എന്ന് പറയാണ്. നവ്യയാണെങ്കിൽ ചോദിക്കണം, എൻ്റെ ഭർത്താവ് എന്ത് ചെയ്ത്? അനഘയെന്ന് പറഞ്ഞ പെണ്ണിനെ ചതിച്ച് ഈ കോലത്തിലാക്കിയത് നിങ്ങളുടെ മോനല്ലേ, ആദർശല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേ ജലജയും അബിയും എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്, മുത്തശ്ശനും എല്ലാവരും വരുന്നുണ്ട്. ദേവേനി പറയാണ്, എന്താ ഈ നിൽക്കുന്ന നിൻ്റെ ഭർത്താവുണ്ടല്ലോ, ഈ നിൽക്കുന്ന ഭർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ സത്യങ്ങളൊക്കെ, അവൻ പറഞ്ഞു തരും. അല്ലെങ്കിൽ ഈ നിൽക്കുന്ന നിൻ്റെ അമ്മയുണ്ടല്ലോ, അമ്മായിയമ്മ അടുത്ത് ചോദിക്കുക, അവർ പറഞ്ഞു തരും സത്യങ്ങളല്ല എന്ന് ദേവേനി പറയാണ്. നവ്യ പറയണ്ട, സത്യങ്ങളൊക്കെ എനിക്കറിയാം. ഈ നിൽക്കുന്ന ചന്തുമോളുണ്ടല്ലോ, നിങ്ങളുടെ മോൻ്റെ കൊച്ച, അതാ സത്യം. ത്തേക്ക് ദേവേനി പറയാണ്, എൻ്റെ മോൻ്റെ കൊച്ചല്ല, നിൻ്റെ ഭർത്താവ് അബിയുണ്ടല്ലോ, ഈ നിൽക്കുന്നവൻ്റെ കുഞ്ഞാ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നവ്യ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നാലും നവ്യ പറയാണ്, എനിക്കറിയാമായിരുന്നു നിങ്ങൾ അവസാനം ഇതൊക്കെ കൊണ്ടുവന്ന് എൻ്റെ അബിയുടെ തലയിൽ ഇടത്തോളം, അല്ലെങ്കിലും എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവസാനം ആ കൊച്ചിൻ്റെ അച്ഛൻ ഞാനാണ് നിങ്ങളെല്ലാവരും പറയുമെന്ന് അബി നേരത്തെ മനസ്സിലാക്കിയിരുന്നു, അവൻ എന്നോട് പറഞ്ഞിട്ടുമുണ്ട് എന്ന് നവ്യ പറയാണ്. ദേവേനി ഇങ്ങോട്ട് വന്നിട്ട് അബിയെടുത്ത് ചോദിക്കുകയാണ്, ഓഹോ നീ ഇത് നേരത്തെ അറിഞ്ഞു വെച്ചുകൊണ്ട് പ്ലാൻ തയ്യാറാക്കിയായിരുന്നു അന്നോടാ? ആ കുഞ്ഞ് എൻ്റെ മോൻ ആദർശിൻ്റെ കുഞ്ഞാണോ അതോ നിൻ്റെ കുഞ്ഞാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അബിയൊന്നും മിണ്ടുന്നില്ല. അബി ചോദിക്കുകയാണ്, എന്തിനാ വല്യമ്മേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ പറയുന്നത്, അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയാണ്. അപ്പം നവ്യ പറയാണ്, അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. ഇവരെല്ലാവരും ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ച് ഇവർ അബിയാണ് ആ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞെങ്കിൽ ഇത്രയും പേരെ മുന്നിൽ വെച്ച് പറയണം അബിയല്ല ചന്തുമോളുടെ അച്ഛൻ ആദർശാണെന്ന്. എനിക്കറിയാം അബി അല്ലെന്ന്, പിന്നെ ഇവരെ ഈ വായടപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ എന്ന് നവ്യ പറയാണ്. അബിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ദേവേനി പറയണേ, അവനൊന്നും മിണ്ടത്തില്ല, അവനും അവൻ്റെ അമ്മയും ഒന്നും മിണ്ടത്തില്ല, കാര്യം അവൻ അറിയാം അതിൻ്റെ സത്യസന്ധമായ അവസ്ഥ. അപ്പം നവ്യാണെങ്കിൽ വന്ന് അബിയെടുത്ത് പറയാണ്, നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവർ ചോദിച്ചതിന് ഉത്തരം പറ. അവൻ ഉത്തരം പറയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, നിന്നെ ഓർത്താണ് ഇത്രയും നാൾ ഞങ്ങൾ സത്യങ്ങളൊന്നും ഉണ്ടായിരുന്നത്. പിന്നെ ജലജയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറയാണ്. നവ്യ ദേവേൻ്റെ അടുത്ത് പറയാണ്, എൻ്റെ അബി എന്നെ ചതിക്കത്തില്ല, അതെനിക്ക് വിശ്വാസമാണ്. പിന്നെ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ മോനെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ അബിയുടെ തലയിൽ ഇത് ചുമത്തിയാണെന്നും എനിക്കറിയാം എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ദേവന് പറയാണ്, ശരി അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ ദാ വരുന്നു എന്നും പറഞ്ഞു ദേവനെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആണെങ്കിൽ അബിയാണെങ്കിൽ ടെൻഷനോടെ നിൽക്കുകയാണ്. ജലജയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ദേവേനി തിരിച്ചു വന്നിട്ട് ഒരു പേപ്പർ എടുത്ത് നവ്യെ കാണിച്ചിട്ട് പറയാണ്, ദാണ്ടേ ഇത് കണ്ടല്ലോ, നീ ഇപ്പം പറഞ്ഞില്ലേ ആദർശിൻ്റെ കുഞ്ഞാ ഇവളെന്ന്, ദാണ്ടേ ഇവൻ തന്നെയാണ് ചന്ദമോളുടെ അച്ഛൻ എന്നും പറഞ്ഞ് ദേവയാനി നെടിയന്നെ റിപ്പോർട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇതാണെങ്കിൽ നവ്യ വായിക്കുന്നുണ്ട്. നവ്യ വായിക്കുമ്പോഴത്തേക്ക് അങ്ങ് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് നേരെ വന്ന് അബിയെടുത്ത് ചോദിക്കണം, ഡാ നീ എന്നെ ഇത്രയും നാളെ ചതിക്കുകയായിരുന്നോടാ, ഞാൻ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല, ഈ വീട്ടിൽ എല്ലാവർക്കും അറിയായിരുന്നു ചന്ദമോളുടെ അച്ഛൻ നീയാണെന്ന്, എന്നിട്ട് നീ എന്നെ ചതിച്ച് ഇല്ലടാ എന്നും പറഞ്ഞുകൊണ്ട് അബിയുടെ കരണത്ത് ഒരൊറ്റയടിയാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. അബിയെ അടിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുന്നിൽ വെച്ചും നിൻ്റെ അടുത്തുമായിട്ട് ആദർശേട്ടൻ്റെ കുറ്റം പറഞ്ഞപ്പോഴും നീയാണെങ്കിൽ അതൊക്കെ ആസ്വദിക്കുകയായിരുന്നു ഇല്ലയോടാ എന്ന് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ നവ്യയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടവും വരുന്നുണ്ട്. ഇനി നിൻ്റെ കൂടെ ജീവിക്കത്തില്ല ഞാൻ, പക്ഷെ നിന്നെ അങ്ങനെ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കേണ്ട, നവ്യയാണെങ്കിൽ ഇതിനുള്ള പ്രതികാരം വീട്ടും എന്ന് പറയാണ്. പറഞ്ഞാൽ നവ്യ ദേഷ്യം കയറി പോവുകയാണ്. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.